ഇടയത്താഴത്തിന് അലാറം അടിച്ചപ്പോൾ എന്നെക്കാട്ടിലും മുമ്പ് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ആളെയാണ് കേട്ടോ ആദ്യം നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. കിടന്നപ്പോഴേ എന്നോട് പറഞ്ഞു എന്തായാലും എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കണം എന്നുള്ളത്. ഞാൻ പക്ഷേ വിളിക്കാനൊന്നും പോയില്ല. പക്ഷേ വിളിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അലാറം അടിച്ചപ്പോഴത്തേക്ക് എന്നെക്കാട്ടിലും മുമ്പ് എന്നെ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശം, ഒന്ന് നോമ്പ് വെക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ നെയ്യത്തൊക്കെ ചൊല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്തില്ല എന്ന് വേണ്ടല്ലോ. പക്ഷേ ദേ രാവിലെ എഴുന്നേറ്റപ്പോൾ ആൾ ചായയൊക്കെ കുടിച്ചു വൃത്തിയായിട്ട്. എന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അവന് എന്താ രാവിലെ കഴിക്കാനുള്ളത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഉച്ചക്കത്തേക്ക് നമ്മളിത് ചപ്പാത്തി ഒന്ന് ചൂടാക്കി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചത്. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമെല്ലാം നിറച്ച് അവനൊന്ന് ഫ്രഷാക്കി യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവിട്ട് ബസ് കയറ്റി വിട്ടിട്ട് വന്നു. എന്നിട്ട് പിന്നെ ഉടനെ തന്നെ ഞങ്ങളൊന്ന് ഒരുങ്ങുകയാണ് കേട്ടോ. ഞാനും നിധിക്കുട്ടീനെ തന്നെ ഡ്രസ്സ് ഇടിപ്പിച്ചപ്പോൾ ഞാൻ നിധിക്കുട്ടിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ നോക്കി പറയുമ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ ക്യാമറയിൽ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കറങ്ങി അവരുടെ ഡ്രസ്സൊന്ന് കാണിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ചെയ്യുന്നതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതുപോലെ തന്നെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കറങ്ങുന്ന കണ്ടില്ലേ. അപ്പോൾ ഇഷ്ടമായതൊക്കെ 2-3 പ്രാവശ്യം ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. കാരണം ഇനിയും പോയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം തിരിവാകുമല്ലോ. അപ്പം ഞാൻ ഓർത്ത് കുട്ടികൾക്ക് 2 പേർക്കും ആദ്യം എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാനും ചിന്നും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇവരുടെ കാര്യം ഒന്ന് കഴിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാനും ഉമ്മച്ചിയും അതുപോലെ തന്നെ നിധിക്കുട്ടിയും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ അഫിക്കുള്ളത് ഞാൻ അളവിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അവനിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അവനെ കൊണ്ട് പോയി എടുക്കുന്നത് സമയം ഉണ്ടാവില്ല. പിന്നെ നിധിക്കുട്ടിയാണെങ്കിൽ തന്നെയാണ് ചെരുപ്പിട്ടത്. അതാട്ടോ അങ്ങനെ ഇരിക്കണേ. അപ്പോൾ നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉടുമ്പന്നൂർ എനിക്ക് ഇവിടെ ബാങ്കിലൊന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്കിൽ വന്നു. ഇവിടെ കുറച്ചധികം താമസം എപ്പോഴും തന്നെ താമസിക്കാറുണ്ട്. പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് നേരത്തെ തന്നെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ് കയറി തൊടുപുഴയ്ക്ക് പോവുകയാണ്. നിധി ബസ്സിലിരുന്നപ്പോൾ തന്നെ ആൾ കാറ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അവിടെ എത്തുന്നത് വരെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എത്തി ഒരു 2 ഡ്രസ്സാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേതാ നല്ലത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവൾക്ക് പാകത്തിനുള്ള ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ അഫിക്ക് ഈ ഒരു 2 ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏതായിരിക്കും എടുക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ എന്താണ് വേറെ ഇവർക്ക് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സ് എല്ലാം തന്നെ മോശമായിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇറക്കമില്ലാതെ അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു നിധിക്കാണെങ്കിൽ. അപ്പോൾ ഒരു 3-4 കുട്ടി ഉടുപ്പും അതുപോലെ തന്നെ വീട്ടിലിടാനുള്ള പാൻറ്റും അതുപോലെ ബനിയനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്നു. സ്റ്റാൻഡിൽ കറക്റ്റ് വന്നപ്പോഴേക്കും ബസ് കിടക്കണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറിയിരുന്നു. പിന്നെ നല്ലോണം ക്ഷീണിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം അങ്ങനെ നോമ്പായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇത് ഈ വെയിലും ചൂടും പുകച്ചിലും അലച്ചിലും ഒക്കെ ആയിട്ട് ശരിക്കും അടുത്തു പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ തളർന്നു പോവായിരുന്നു സത്യത്തിൽ. പിന്നെ ഈ നോമ്പൊക്കെ വെച്ചുകൊണ്ട് ഈ ഡ്രസ്സ് എടുക്കാൻ പോക്കൊക്കെ നല്ല പാടാണ്. ഒന്നാമത് ഇത്രയും വെയിലും കൂടി ആകുമ്പോഴത്തേക്കും നമ്മളാകെ തളർന്നു പോകും. അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.